സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ഈ ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 4 ഇത് 5ാമത്തെ ഭാഗമാണ്. അതായത് ട്രേഡിങ്ങിൽ ലോസ് വന്നവർക്ക് തിരിച്ച് കയറി വരാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ സീരീസിൽ ഇത് 5ാമത്തെ വീഡിയോ ആണ്. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് വരുന്നത്. മോശമായ റെസ്പോൺസ് കൊണ്ട് ഞാൻ അതിനെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുകയാണ്. കാരണം നഷ്ടം വന്ന ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ അയാളുടെ അവസ്ഥ. കാരണം ഒരു വിധത്തിലും ഒരു മനുഷ്യനോട് പറഞ്ഞാൽ അയാൾക്ക് വേറൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സംഭവമാണ് ട്രേഡിങ്ങിൽ വന്ന നഷ്ടം എന്ന് പറയുന്നത്. വേറൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അയാളുടെ മാനസികാവസ്ഥ. നഷ്ടം വന്നവന് അത് എങ്ങനെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് ആലോചിച്ചാൽ ഒരു ഉത്തരവും കിട്ടാത്ത ഒരു സംഭവം കൂടിയാണ് ട്രേഡിങ്ങിൽ നഷ്ടം എന്ന് പറയുന്നത്. സോ ഇവിടെ നഷ്ടം വന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അവർക്കാണ് ഒരു സപ്പോർട്ട് വേണ്ടത്. ലാഭം നേടുന്നവർ, കോടികൾ ഉണ്ടാക്കുന്നവർ തീർച്ചയായിട്ടും അവർ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇവിടെ ട്രേഡ് ചെയ്യാത്ത ഒട്ടനവധി പേര്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ആ രീതിയിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ട്രേഡിങ് യാതൊരു ബന്ധമില്ലാത്ത, ഒരിക്കൽ പോലും നഷ്ടം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ ഒരുപാട് കമൻറ്റുകൾ നെഗറ്റീവായി ചെയ്യുന്നുണ്ട്, പേഴ്സണലി ഹരാസ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഹരാസ് ചെയ്യുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ കമൻറ്റ് ചെയ്യുമ്പോൾ പബ്ലിക്കിന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സോ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഞാണിന്മേൽ കളി തന്നെയാണ്. അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ ഒരു കയറിൻ്റെ മുകളിലേക്ക് കൂടി ഒരു വടിയും പിടിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഏത് സമയത്ത് അവരുടെ മനോനില, അവരുടെ ധൈര്യം, അവരുടെ ഇമോഷണൽ കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും വാഷ് ഔട്ട് അല്ലെങ്കിൽ ഹെവി ലോസ് എന്നൊരവസ്ഥയിലേക്ക് തിരിച്ചു പോകും. സോ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. കാരണം റോഡ് സൈഡിൽ സൈക്കിൾ അഭ്യാസം നടത്തിയിട്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. നമ്മളൊക്കെ കാണാറുണ്ടല്ലോ ബസ് സ്റ്റാൻഡിലൊക്കെ. അവരെല്ലാം അവരുടെ മാനസികമായ ഇമോഷണൽ കൺട്രോൾ അവർ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ്, അവരുടെ ആ ബാലൻസ് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അവർക്കും പലപ്പോഴും അപകടം പറ്റിയിട്ടുണ്ടാകും. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഞാണിന്മേൽ കളിയിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം തിരിച്ചു കിട്ടിയാൽ പിന്നീട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് ഇതിനകത്ത് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് സീരിയസ്ലി നഷ്ടം നികത്താൻ അല്ലെങ്കിൽ നഷ്ടം തിരിച്ചു പിടിക്കാൻ ഒരല്പം കൂടുതൽ ടൈം എടുത്താലും സിസ്റ്റമാറ്റിക്കായിട്ട് അത് തിരിച്ചു പിടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പോയേക്കുക. ദയവായിട്ട് ശ്രദ്ധിക്കുക. ഇത് നഷ്ടം വന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന. ഒരുപാട് സമയവും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. സോ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ദയവായിട്ട് എന്നെ ഒന്ന് അറിയിക്കുക. ഞാൻ അതോടുകൂടി ഈ സീരീസ് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇന്നത്തെ മെയിൻ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ ആക്ഷൻ പ്ലാൻ തന്നെയാണ്. ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മണി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നഷ്ടങ്ങളിൽ നിന്നും ലാഭത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നഷ്ടം വലിയൊരു തീക്കൂനയുടെ നടുക്കാണ് നമ്മളുള്ളത്. അതിൽ നിന്ന് സേഫായിട്ട് നമുക്ക് പുറത്തു വരണം. ഒരുപാട് കടങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം, ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു വരുമാനം കണ്ടെത്തണം എന്നാഗ്രഹിക്കുന്നവർ. ഇവിടെ പലപ്പോഴും പല ആൾക്കാർക്കും പറ്റുന്ന ഒരു കുഴപ്പമുണ്ട്. കാരണം ലക്ഷങ്ങൾ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ രണ്ടാമതെല്ലാം പഠിച്ച് മനസ്സിലായപ്പോൾ ട്രേഡ് ചെയ്യാൻ കാശുണ്ടാവില്ല. അങ്ങനെയുള്ളവർ 1000 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. 1000 രൂപ വെച്ചിട്ട് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്തിട്ട് സ്വിംഗ് ആയാലും ഇൻട്രാഡേ ആയാലും ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും ട്രേഡ് ചെയ്തിട്ട് ഇവിടെ ഞാൻ പറയുന്ന രീതിയിൽ അതേ ഫിഗറിൽ അതേ ഇതിനകത്ത് ഇത് വർക്കൗട്ട് ആകാത്ത പ്ലാനല്ല. എല്ലാവരും പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അതിനെ ഓവർ റൂൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മറികടന്ന് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്ന രീതിയിലുള്ള വളരെ സില്ലി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ്. 5 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ നഷ്ടം നികത്തിയെടുക്കാൻ എത്ര കാലം വേണ്ടി വരും എന്നുള്ളത് ഒരിക്കലും മുൻകൂട്ടി പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ്. 5 സ്റ്റെപ്പുകൾ മാത്രമേ ഇതിന് പ്രധാനമായിട്ടും പറയാനുള്ളൂ. സോ അതാണ് ഇന്നത്തെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര കാലം കൊണ്ട് തീർക്കുന്നു എന്നതല്ല,
എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളത്. ഈ സിസ്റ്റം ഫോളോ ചെയ്ത് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ്ഫുൾ ആകുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇത് വളരെ ലളിതമായതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളതിനെ ഓവർറോൾ ചെയ്തിട്ട് ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പരിധിവരെ നഷ്ടത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് പലരും ചെയ്ത് വിജയിച്ച ഒരു പരിപാടി തന്നെയാണ്. സോ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ട്രേഡിംഗ് തുടങ്ങാൻ നമുക്ക് വേണ്ടത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ കണ്ടെത്തണം. കിട്ടിയ ക്യാപിറ്റൽ മുഴുവനായിട്ട് കൊണ്ടുപോയി മാർക്കറ്റിലിടരുത്. പകുതി മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക് 10,000 രൂപയാണെങ്കിൽ കിട്ടിയെങ്കിൽ ഒരു കുഴപ്പമില്ല. 5,000 രൂപ മാറ്റി വെച്ചിട്ട് 5,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുക എന്നതാണ് ഈ സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം. സോ നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുടെ എൻട്രി സെറ്റപ്പ്, നിങ്ങൾക്കൊരു എൻട്രി സെറ്റപ്പ്, ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. എവിടെ എൻട്രി എടുക്കണം, എപ്പോൾ ബുക്ക് ചെയ്യണം, എത്ര സ്റ്റോപ്പ് ലോസ് വയ്ക്കണം എന്നൊക്കെയുള്ളത് അത് കൃത്യമായി പോളിഷ് ചെയ്ത് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കറക്റ്റ് ചെയ്തിട്ട് സൂപ്പർ സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കണ്ടെത്തിയ പണത്തിൻ്റെ പകുതി ഡിമാറ്റിലേക്ക് ലോഡ് ചെയ്ത് നമ്മൾ ട്രേഡിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്വന്തം സ്ട്രാറ്റജി നിങ്ങൾ പോളിഷ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. പോളിഷ് ചെയ്താൽ മാത്രം പോരാ, ആ സ്ട്രാറ്റജിയിൽ അടിയുറച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. ഇത് സെക്കൻഡ് ചാൻസ് ആണ്. ഒരു പക്ഷേ ഇതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റിയേക്കാം. അല്ലെങ്കിൽ ഇവിടെയും നിങ്ങൾ തകർന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു കയറി വരാൻ പറ്റില്ല. സോ ഇവിടെ തീരുമാനിക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചു വരണോ അതോ മുമ്പത്തെ പോലെ അലസമായി നഷ്ടപ്പെടുത്തി സകലതും കൊണ്ടുപോയി കളയണോ എന്നുള്ളത് ഇവിടെ നിങ്ങൾ തീരുമാനിക്കുക. നഷ്ടങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ മനസ്സിന് നല്ല ഉറപ്പുണ്ടായിരിക്കണം. ഇനി എന്താ പറയുക, ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ കൃത്യമായി പാലിച്ചിട്ട് മുന്നോട്ട് പോകുക. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ മനഃപൂർവ്വം ചെയ്യരുത്. ഇപ്പോൾ ഒരു 100 രൂപ പ്രോഫിറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 105 കിട്ടും, 90 കിട്ടും, അല്ലെങ്കിൽ 80 കിട്ടും, അല്ലെങ്കിൽ 50 കിട്ടും. അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. വളരെ ഫ്ലെക്സിബിളായുള്ള പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും കർക്കശമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ കർശനമായിട്ട് പോവുക തന്നെ വേണം. അത് ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതുപോലെ കുറേ ഫിഗറിൻ്റെയും പെർസെൻറ്റേജിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. പക്ഷേ ഒരു മാർക്കറ്റിൽ നാളെ പോയിട്ട് 1000 രൂപ പ്രോഫിറ്റ് എടുക്കണമെന്ന് ഒരാളോട് നിർബന്ധം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ട് നാളെ പോയി 2000 രൂപ നഷ്ടമാണ് ഉണ്ടാക്കുക. കാരണം അത്രയും ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് അയാൾ എടുക്കുന്നതെല്ലാം റോങ് ആയി പോകും. അങ്ങനെയുള്ള അബദ്ധമായ ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് സില്ലിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ ഞാൻ ഈ പറയുന്ന ആക്ഷൻ പ്ലാൻസ് നിങ്ങൾ മാക്സിമം 100% ആയില്ലെങ്കിൽ ഒരു 95% അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മനഃപൂർവ്വം നിങ്ങൾ തെറ്റിക്കാതിരുന്നാൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെയും ഞാൻ പറഞ്ഞതിൽ എല്ലാവരോടും പറയുന്നത്, എന്നെ വിളിക്കുന്ന എല്ലാവരോടും, കാരണം ഈ വീഡിയോ സീരീസ് റിലീസ് ചെയ്തത് മുതൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1500-ലധികം കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം ആൾക്കാർ ഈ വീഡിയോ അത്രയധികം ഇൻട്രസ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൊബൈലിലും വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജുകളും വളരെ കൂടുതലാണ്. എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, റെക്കോർഡ് ബുക്ക് എഴുതാൻ മറക്കരുത്. നിങ്ങൾ എത്ര ട്രേഡ് എടുത്തു, എന്തുകൊണ്ടെടുത്തു, എന്തിനു വേണ്ടി എടുത്തു, അതിലെ ഔട്ട്കം എന്തായിരുന്നു, ഈ ബുക്കാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. സോ റെക്കോർഡ് ബുക്കിൽ ഒരു എക്സ്ക്യൂസും ഇല്ല, നിർബന്ധമായിട്ടും അത് എഴുതിയിരിക്കണം. ഈ സ്ട്രാറ്റജിയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴും ഞാൻ തള്ളിമറക്കുന്നതേ ഉള്ളൂ, തള്ളിമറിച്ച് എത്തിയിട്ടില്ല നമ്മുടെ പോയിന്റിലേക്ക്. സോ ഇനി ഓരോ ദിവസവും ഇതിൽ പറയുന്ന കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളോട് 500 രൂപ പ്രോഫിറ്റ് എടുക്കണം എന്ന് ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ 500 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ 500 രൂപ ലോസ് ആയെങ്കിൽ 500 രൂപ ലോസ് കിട്ടി. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചൊറിഞ്ഞ് ഇവിടെ നിഫ്റ്റിയിലില്ല, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലുണ്ടോ നോക്കാം, മാർക്കറ്റിൽ ഗോൾഡിൻ്റെ എന്താണ് അവസ്ഥ, ബിറ്റ് കോയിനിൽ വല്ലതും നടക്കുമോ, ഇങ്ങനെയൊക്കെ നോക്കി ചൊറിഞ്ഞു കുത്തി അവിടെ ഇരിക്കരുത്. ഇതിനകത്ത് നിങ്ങൾക്ക് ന്യൂസ് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മാർക്കറ്റ് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്ട്രാറ്റജി പക്കാ പോളിഷ്ഡ് ആയിരിക്കണം. എൻട്രി എടുക്കുമ്പോൾ അതിനകത്ത് വിജയസാധ്യത മിനിമം 50% കിട്ടിയിരിക്കണം. അതുപോലെ ലാഭവും നഷ്ടവും തമ്മിലുള്ള അനുപാതം 1-ൽ കൂടുതലായിരിക്കണം. അതായത് 100 രൂപ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ 110 രൂപയെങ്കിലും ലാഭം കിട്ടുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. 10 ട്രേഡ് എടുക്കുന്ന അല്ലെങ്കിൽ 100 ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 50 ട്രേഡുകൾ മിനിമം ആ സ്ട്രാറ്റജി പ്രകാരം വിജയിച്ചിരിക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഒരു സ്ട്രാറ്റജി പോളിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരുപാട് കൺഫ്യൂഷൻസ് ഇല്ല. ഞാൻ വളരെ സിമ്പിളാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരം ഇതുവരെയും ഒന്നും വന്നില്ല അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റെപ്പ് 1 ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മൊത്തം കയ്യിലുള്ള ക്യാഷിൻ്റെ പകുതി ഡിമാറ്റിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ടോപ്പപ്പ് ചെയ്തു. ദെൻ
ട്രേഡിങ് ഒരു തിങ്കളാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്ത് രാവിലെ മാർക്കറ്റ് അനലൈസ് ചെയ്തു, എൻട്രി സെറ്റപ്പ് റെഡിയാക്കി ഒക്കെ സംഭവം സെറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രേഡ് എടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ എന്താണ് ട്രേഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഓക്കെ എവിടെ എൻട്രി കിട്ടുക, എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്റ്റോപ്പ് ലോസ് എത്രയാണ്, ടാർഗറ്റ് എത്രയാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ ശ്രമിക്കേണ്ടത് 1.5% ലാഭം കിട്ടുമെന്ന് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 10,000 രൂപയാണുള്ളത്, 150 രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ 100 രൂപ ലോസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 1.5% ലാഭം അല്ലെങ്കിൽ 1% നഷ്ടം. ഇതിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപയുണ്ടെങ്കിൽ ഓപ്ഷനൊന്നും ചെയ്യേണ്ട. നിങ്ങൾ സ്റ്റോക്കിൽ ഏതെങ്കിലും നല്ല മൂവിങ് ഉള്ള ഒരു സ്റ്റോക്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡ് എടുത്താൽ പോലും നിങ്ങൾക്ക് 1.5% ലാഭമോ അല്ലെങ്കിൽ 1% നഷ്ടമോ ഉണ്ടാക്കാൻ പറ്റും. രണ്ടിൽ ഏത് കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഒരു കുഴപ്പമില്ല. ആദ്യത്തെ ദിവസമല്ലേ അങ്ങ് വിടുക, സെക്കൻഡ് ഡേയും വന്നിട്ട് ഇത് തന്നെ ചെയ്യുക. ഓക്കെ, 1.5% ലാഭം അല്ലെങ്കിൽ 1% നഷ്ടം. അപ്പോൾ നിങ്ങളുടെ ചാർജൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം ഈ 1.5% അല്ലെങ്കിൽ 1% കിട്ടുന്നത്. അപ്പോൾ നോർമലി ഒരു ട്രേഡിൽ 30 രൂപ ഇപ്പോൾ ഓപ്ഷൻസ് ചെയ്യുന്നവർക്കാണെങ്കിൽ 30+30 ഒരു 63 രൂപ നിങ്ങൾ ഒരു ട്രേഡ് ബൈ ചെയ്ത് സെല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം 63 രൂപ നോർമൽ ഡിസ്കൗണ്ട് ബ്രോക്കറിൽ. 63 രൂപയിൽ കൂടുതൽ ആയിരിക്കണം. ആ 63 രൂപയും കൂടെ കഴിച്ചിട്ടായിരിക്കണം നിങ്ങൾക്ക് 1% അല്ലെങ്കിൽ 1.5% ലാഭം അല്ലെങ്കിൽ 1% നഷ്ടം കിട്ടുന്നത്. അത് ഞാനൊരു ഇൻ ബിറ്റ്വീൻ പറഞ്ഞതാണ്, അത് പ്രത്യേകം ഓർത്തിട്ട് നിങ്ങൾ ചെയ്യണം. എന്ന് വെച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു എന്താ പറയുക 10,000 രൂപ വെച്ചിട്ട് 110 രൂപ പ്രോഫിറ്റ് ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെ മുകളിലോട്ട് കയറുന്നില്ല. അതിനുവേണ്ടി കുറേ നേരം കാത്തിരിക്കുകയൊന്നും വേണ്ട. 110 കണ്ടോ, ഹാപ്പി ആയിട്ട് കട്ട് ചെയ്യുക, പിന്നെ നോക്കണ്ട. അല്ലെങ്കിൽ ഒരു 70 രൂപ പ്രോഫിറ്റിലെത്തിയപ്പോൾ മാർക്കറ്റ് റിവേഴ്സലിൻ്റെ സിഗ്നൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് മാറിക്കോളൂ, എന്താ കുഴപ്പം, പ്രോഫിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രമിക്കേണ്ടത് 1.5% ലാഭം അല്ലെങ്കിൽ 1% നഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ലാഭം ചെറുതായാലും വലുതായാലും എല്ലാം ലാഭം തന്നെയാണ്. ബ്രോക്കറേജ് കഴിച്ച് കിട്ടുന്നതെല്ലാം ലാഭം തന്നെയാണ്. നമ്മുടെ കാശാണ്, നമുക്ക് എടുക്കാവുന്നതാണ്, നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള കാശ് തന്നെയാണത്. അത് വേറെ ആർക്കും കൊടുക്കണം. നമ്മളെന്തിനാ പിന്നെ അത് ഒരുപാട് വളരട്ടെ എന്ന് കരുതി ബ്രോക്കറിൻ്റെ ടെർമിനലിൽ അതും ഏതൊരു ലാഭവും നഷ്ടവും നിങ്ങളത് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടേതല്ല എന്ന ഒരു എന്താ പറയുക വലിയൊരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഏതൊരു ലാഭവും അത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടേതല്ല. അതുപോലെ ഏതൊരു നഷ്ടവും നിങ്ങളത് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടേതാണ്. ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാത്തവരോട് ഞാൻ പറയാം, നിങ്ങളൊരു എൻട്രി എടുത്തു, ഒരു സാധനം വാങ്ങിച്ചു, അതിൻ്റെ വില കുറഞ്ഞു പോവാണ്, നിങ്ങളത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളതിനെ അവിടെ ലോസ് ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ആ ഡീല് കംപ്ലീറ്റ് ചെയ്തു, അതോടുകൂടി ആ നഷ്ടം നിങ്ങളുടേത് തന്നെയായി, അത് ഉറപ്പിച്ചു. നിങ്ങൾ പക്ഷേ നഷ്ടമായാലും ലാഭമായാലും നിങ്ങളത് കണ്ടിട്ട് അതൊന്നും ചെയ്തില്ല. അപ്പോൾ നഷ്ടം താഴോട്ട് പോയിട്ട് തിരിച്ചതുപോലെ കയറി വന്നു. അപ്പോൾ അവിടെ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ വാങ്ങിയ വിലയിലേക്ക് തന്നെ താഴോട്ട് പോയ പ്രൈസ് തിരിച്ച് കയറി വന്നിട്ട് നിങ്ങൾക്ക് ലാഭം, അതായത് നഷ്ടമില്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ബുക്ക് ചെയ്യാത്ത ലാഭവും നഷ്ടവും നിങ്ങളുടേതല്ല. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ നഷ്ടമാണ് പറയുന്നത്, നഷ്ടത്തിലേക്ക് പോയിട്ട് തിരിച്ച് ലാഭത്തിലോട്ട് കയറി വരുന്ന അവസ്ഥ ഇത് വളരെ അപൂർവം മാത്രമേ സംഭവിക്കാറുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ലാഭം കണ്ട് കുറച്ചുകൂടെ കൂടട്ടെ എന്ന് കരുതി അങ്ങനെ ഇരിക്കും. അതൊരു 100% പ്രോഫിറ്റ് ആയാലും നമ്മൾ ബുക്ക് ചെയ്യില്ല, പിന്നെ ഒറ്റയടിക്ക് അതൊരു 20-30% നഷ്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പോയിട്ട് ബുക്ക് ചെയ്യും. ഇതാണ് ഞാൻ ഈ പറഞ്ഞ പരിപാടി. ലാഭം ചെറുതായാലും വലുതായാലും ലാഭം തന്നെയാണ്. അപ്പോൾ ബുക്ക് ചെയ്യാത്ത ലാഭം നിങ്ങളുടേതായി നിങ്ങൾ അത് എടുത്ത് കീശയിൽ ഇടുന്നില്ലെങ്കിൽ ആ ലാഭം ഒന്നും തന്നെ നിങ്ങളുടേതല്ല, നഷ്ടമായാലും നിങ്ങളുടേതല്ല. സോ ചെറിയ ലാഭമായാലും വലിയ ലാഭമായാലും ലാഭം കണ്ടാൽ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ നഷ്ടം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കാത്തിരിക്കുക. നമ്മളൊക്കെ ചെയ്യുന്നതാണ്. നഷ്ടത്തിലേക്ക് പോകുമ്പോൾ പൊട്ടെ ഇത് വരും 100 രൂപയല്ലേ നഷ്ടം, 200 500 10,000 നഷ്ടമല്ലേ, തിരിച്ചു വരും എന്ന് കരുതി മുഴുവൻ ക്യാപിറ്റൽ പോകുന്നവരെയും കാത്തിരിക്കും. ആ പരിപാടി ചെയ്യരുത്. കൃത്യം നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എത്രയാണോ നിങ്ങൾക്ക് ലോസ് അനുവദിച്ചിട്ടുള്ളത് ആ എമൗണ്ട് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ സിസ്റ്റമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ 1% നഷ്ടം അല്ലെങ്കിൽ 1.5% ലാഭം, രണ്ടിൽ ഏതാണോ ആദ്യം കിട്ടുന്നത് അത് വെച്ച് നിങ്ങൾ മാറിക്കൊള്ളണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അതായത് ട്രേഡിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ബുക്ക് ചെയ്ത് മാറുക. ഇനി ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 അതിൻ്റെ തള്ളലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് തന്നെ പോകണോട്ടെ ഈ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടോ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ രീതിയിൽ തന്നെ പോകണം. ഓക്കെ, ഇനി ഒരു കാര്യം ഒരല്പം ട്രിക്കിയാണ്, എന്നാലും കൂടി നിങ്ങൾ ശ്രമിച്ച് നോക്കുക. സാധിക്കാതെ വരുമൊന്നുമില്ല, സാധിക്കും.
നമുക്ക് ആദ്യം ഫസ്റ്റ് ഡേ ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് ലാഭം കിട്ടി. ഒരു 10,000 രൂപ ട്രേഡ് ചെയ്തപ്പോൾ 200 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. നമ്മളതെടുത്ത് മാറി, കാരണം നമുക്ക് 1.5% ആവശ്യമുള്ള 2% കിട്ടിയിട്ടുണ്ട്. സോ എന്താ ചെയ്യേണ്ടത്? അടുത്ത ദിവസം വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ 200 രൂപ എത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 200 രൂപ നഷ്ടത്തിലേക്ക് എത്താതിരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. മാക്സിമം നമുക്ക് 1% നഷ്ടം വരാൻ പാടുള്ളൂ. അപ്പോൾ ഇൻ കേസ് അടുത്തൊരു ട്രേഡിൽ അല്ലെങ്കിൽ എങ്ങനെയും കയ്യിൽ നിന്ന് പോയാലും ഇന്നലെ കിട്ടിയ ലാഭത്തിനേക്കാൾ കൂടുതൽ നഷ്ടം ഇന്നുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അത് വളരെ സിസ്റ്റമാറ്റിക്കാണ്, പറയുമ്പോൾ സിമ്പിളാണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൗൾഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. സോ നഷ്ടമാണെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടായെങ്കിൽ ഇന്ന് ലാഭം കിട്ടുമ്പോൾ അതിനേക്കാൾ ഒരു 5 രൂപയെങ്കിലും അധികം ലാഭം കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കുക. ഓവർ എഫേർട്ട് എടുക്കരുത്, ഓവർ റിസ്ക് എടുക്കരുത്, അബദ്ധം കാണിക്കരുത്. ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നന്നായിട്ട് കയറി പോകുന്നുണ്ട്, ഓക്കെ, എന്തായാലും ഇന്നലത്തെ നഷ്ടത്തിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്, ഫൈൻ. ആ ട്രേഡ് നമ്മൾ കട്ട് ചെയ്തു. അടുത്ത ട്രേഡ് ഇന്നത്തേക്ക് വേണ്ട ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. ചിലപ്പോൾ അതിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നലത്തെ ലാഭത്തിനേക്കാൾ കൂടുതൽ ഇന്ന് നഷ്ടം വരുത്തരുത്. ഇന്നലത്തെ നഷ്ടത്തേക്കാൾ കൂടുതൽ ലാഭം ഇന്ന് നേടാൻ ശ്രമിക്കുകയും വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പണി വാങ്ങിയെടുക്കരുത്. ശ്രമിച്ച് നോക്കുക. കുറേ ദിവസം കൊണ്ട് അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഈസിയായി കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എല്ലാ ദിവസവും ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നിഫ്റ്റി ബീസ്, ഗോൾഡ് ബീസ്, ഫാർമ ബീസ്, IT ബീസ്, ഓട്ടോ ബീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബീസ് കാണും. ബീസ് കാണുന്ന ബീസ് എന്താണെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ ബീസാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിഫ്റ്റി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതേ അനുപാതത്തിൽ ഈ നിഫ്റ്റി ബീസും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിഫ്റ്റി പ്രോഫിറ്റിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പ്രോഫിറ്റ് കിട്ടും. ഇത് ലോങ് ടേമിലേക്കാണ് നമ്മൾ വാങ്ങുന്നത്. ഒരു ദിവസം നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1% ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ 10,000 രൂപയുള്ള ഒരാൾ 100 രൂപ ഇതിനായിട്ട് മാറ്റി വയ്ക്കണം. പ്രോഫിറ്റ് ഉള്ള ദിവസം വാങ്ങിച്ചാൽ മതി, നഷ്ടമുള്ള ദിവസം ഒന്നും വാങ്ങിക്കേണ്ട. പ്രോഫിറ്റ് ഉള്ള ദിവസം നിങ്ങൾ 1% ഉപയോഗിച്ചിട്ട്, അതായത് അന്ന് നിങ്ങൾക്ക് 50 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ 100 രൂപ ഉപയോഗിച്ചിട്ട് ഒരു ETF വാങ്ങണം. അപ്പോൾ നിഫ്റ്റി ബീസിനൊക്കെ 230 രൂപയൊക്കെ ഉണ്ട്. നിങ്ങൾ പോയിട്ട് ഒരു ഫാർമ ബീസ് 15 രൂപ 16 രൂപയുള്ള ഒരു 6 എണ്ണം അങ്ങ് വാങ്ങിക്കുന്നു 90-95 രൂപക്ക്. അങ്ങനെ എന്തായാലും നിങ്ങളത് വാങ്ങിച്ചിട്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് വാങ്ങിച്ചിരിക്കുകയും ഇത് നമ്മുടെ കണക്കിലേ ഉണ്ടാവില്ല. നമ്മൾ ഈ പറയുന്ന ഈ കണക്കിൽ എവിടെയും ഉണ്ടാവില്ല. ഇതൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് ലോങ് ടേമിലേക്ക്, ഇപ്പോൾ 10 ഇയേഴ്സിലേക്കൊക്കെയാണ് കണക്കൂട്ടി നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ആ രീതിയിൽ തന്നെ അതിനെ കൊണ്ടുപോകുക. ഒരു സൈഡിൽ 1% ഡെയിലി ഒരു 3 മണിയാകുമ്പോൾ വാങ്ങിച്ചിടുക. പ്രോഫിറ്റ് ആണെങ്കിൽ, ലോസ് ആണെങ്കിൽ വാങ്ങിക്കേണ്ട, കാരണം അന്ന് മൂഡ് ഓഫ് ആയിരിക്കും, വാങ്ങിക്കാൻ വലിയൊരു മൂഡ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ക്യാപിറ്റൽ കുറയുന്നുള്ള ഒരു പേടി ഉണ്ടാകും. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ വാങ്ങിച്ചാൽ മതി. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ 1% നഷ്ടം അല്ലെങ്കിൽ 1.5% ലാഭം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ട്രേഡ് ചെയ്ത് കുറേ ദിവസം, ഇപ്പോൾ ഒരു മാസമായി ട്രേഡ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയോ നിങ്ങൾ ഒരു 15% നഷ്ടം കിട്ടി എന്ന് വിചാരിക്കുക. അതായത് ഇന്നലെ പ്രോഫിറ്റ്, മിഞ്ഞാന്ന് നഷ്ടം, മിഞ്ഞാന്ന് അതിൻ്റെ തലേന്ന് പ്രോഫിറ്റ്, പിറ്റേന്ന് ലോസ്, അങ്ങനെ പോവുകയാണ്. അവസാനം നിങ്ങൾക്ക് 15% നഷ്ടം വന്നു എന്ന് കരുതുക. 15% നഷ്ടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 15% ലാഭമാണ്. ഒന്നുകിൽ 15% ലാഭം നേടിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 15% നഷ്ടം നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് രണ്ടിലേതും സംഭവിക്കാം നിങ്ങൾക്ക്. കാരണം ഓവർ ടെൻഷൻ എടുത്ത് റിസ്ക് എടുത്തിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. വളരെ കൂളായിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 15% നഷ്ടമാണ് ആദ്യം എത്തിയെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, അത് അക്സെപ്റ്റ് ചെയ്യുക. അല്ല 15% ലാഭമാണ് വന്നെത്തിയതെങ്കിൽ അത് സ്വീകരിക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2ലേക്കാണ് ഇനി പോകുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 2 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. കാരണം ഒന്നുകിൽ 15% നഷ്ടം കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ 15% ലാഭം കിട്ടിയിട്ടുണ്ടാകും. ഏതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ബുക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് 15% നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 15 ദിവസത്തേക്ക് ലീവ് എടുക്കുക. ഒന്ന് മൈൻഡ് സെറ്റ് എടുക്കുക. കാരണം നിങ്ങൾ വലിയ ലോസ് എന്ന് വന്ന ഒരാളാണ്. വീണ്ടും ഒരു 15% നഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നിങ്ങളെ ഹോണ്ട് ചെയ്യും. സോ ഒരു 15 ദിവസം ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് 15 ദിവസം അങ്ങ് മാറിക്കുക. 15 ട്രേഡിംഗ് ഡേയ്സ് കഴിയുമ്പോൾ ആ മാസം അങ്ങ് തീരും. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടി വരിക. അതിൻ്റെ ഇടയിൽ ചാർട്ട് നോക്കാനും അനാലിസിസ് ചെയ്യാനും ഒന്നും പോകരുത്. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ 15 ദിവസം അങ്ങോട്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് 15 ദിവസം എന്നെടുക്കാം, അല്ലെങ്കിൽ 15 ട്രേഡിംഗ് ഡേയ്സ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു ബ്രേക്ക് എടുത്തിരിക്കണം എന്നുള്ളതാണ്, 2 ആഴ്ചത്തെ ഒരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് 15% നഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾക്ക് 15% ലാഭമാണ് കിട്ടിയെങ്കിലോ,
ലാഭം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല, പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതുവരെ നമ്മൾ പോയത് 1.5% ലാഭം അല്ലെങ്കിൽ 1% നഷ്ടം എന്ന രീതിയിലാണ്. പക്ഷേ ഇവിടെ ഇനി മുതൽ നിങ്ങൾ 3% ലാഭം അല്ലെങ്കിൽ 2% നഷ്ടം എന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ 3% എന്ന് എനിക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ ട്രേഡ് ചെയ്തിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ശ്രമിച്ച് നോക്കുക കിട്ടുമോ എന്നുള്ളത്. ശ്രമിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്, കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 3% വേണ്ടി ലാഭത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഒരിക്കൽ പോലും 3% ലാഭം കിട്ടാതിരിക്കുകയും അതേ സമയത്ത് ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടം വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കരുത്. എപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തിനേക്കാൾ കുറവായിരിക്കണം നിങ്ങളുടെ നഷ്ടം. അതേപോലെ കിട്ടിയ നഷ്ടത്തിനേക്കാൾ കൂടുതലാക്കാൻ വേണ്ടി ലാഭം കൂടുതലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമുക്ക് 15% ഇതുണ്ടാവും. അതായത് 10,000 രൂപയ്ക്ക് ട്രേഡിങ് ആരംഭിച്ചു, എന്നിട്ട് നിങ്ങൾ 11,500 രൂപ ഇപ്പോൾ കയ്യിലുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിനി 3% നഷ്ടം വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2%, 3% ലാഭം അല്ലെങ്കിൽ 2% നഷ്ടം എന്ന കാര്യം ശ്രമിക്കാം. അപ്പോൾ കിട്ടണം എന്ന് ഉറപ്പില്ല, നമുക്ക് 3% ലാഭം അല്ലെങ്കിൽ 2% നഷ്ടത്തിന് വേണ്ടി പരിശ്രമിച്ച് നോക്കാം. കിട്ടുന്ന പ്രോഫിറ്റ് എത്ര ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ അത് ഓക്കെ, അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം, നഷ്ടത്തേക്കാൾ കൂടുതൽ ലാഭമായിരിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്ന് വെച്ചാൽ അതിന് അത്രയും ബലം പിടിച്ചിട്ട് നഷ്ടം എന്ന് പറഞ്ഞ് കൊണ്ടുവരരുത്. ദെൻ ഇനി നമ്മൾ സ്റ്റെപ്പ് 3യിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് 15% പ്രോഫിറ്റ് ഉണ്ട്. 15% നഷ്ടമാണെങ്കിൽ നമ്മൾ അതും എടുത്തിട്ട് സ്റ്റെപ്പ് 1ലേക്ക് നേരെ അങ്ങ് പോയി. ഇപ്പോൾ 15% പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 3യിലും നമുക്ക് 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ പറ്റുക. ഒന്നുകിൽ ആദ്യം കിട്ടിയ 15% നമുക്ക് അങ്ങ് പോകും അല്ലേ. ആദ്യം നമ്മൾ 15% നഷ്ടം ഉണ്ടാക്കി ട്രേഡിങ് കണ്ടിന്യൂ ചെയ്തു, ആ കിട്ടിയ 15 അങ്ങ് പോയി. അപ്പോൾ എന്താ ചെയ്യുക? സ്റ്റെപ്പ് 1ലേക്ക് നേരെ ചാടി അങ്ങ് പോയി. ഏതാണ്? അവിടെ പോയിട്ട് 1.5% ലാഭം അല്ലെങ്കിൽ 1% നഷ്ടം എന്ന രീതിയിൽ ട്രേഡിങ് വീണ്ടും തുടങ്ങുക. ഇത് നിങ്ങൾ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകണം കേട്ടോ. ഇതെന്തിനാണ് ഈ രീതിയിലേക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാഭവും നഷ്ടവും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ, നഷ്ടത്തിൽ വാഷ് ഔട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ രീതിയിൽ തന്നെ ഇതിനെ മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ കൊണ്ടുപോവുക. ഓൾറൈറ്റ്, അപ്പോൾ സ്റ്റെപ്പ് 3യിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ 15%, 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്തു, 11,500 ആയിരുന്നു. ഇപ്പോൾ 11,500 1,500 രൂപ പോയി കിട്ടി. ഇപ്പം 10 ആണുള്ളതെങ്കിൽ തിരിച്ച് സ്റ്റെപ്പ് 1ലേക്ക് പോവുക. വീഡിയോ ബാക്കൗട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് പോയിട്ട് സ്റ്റെപ്പ് 1 എടുക്കുക. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും അതേ രീതിയിൽ പോവുക. ഇനി നിങ്ങൾക്ക് സ്റ്റെപ്പ് നഷ്ടമില്ലാതെ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് ഒന്നുകിൽ കിട്ടിയ ആ 15% അങ്ങ് പോയി, അല്ല 15% പോയില്ല, നമ്മളെ പ്രോഫിറ്റ് കയറി വരുന്നുണ്ട്. ഇടയ്ക്ക് നഷ്ടം വരുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 50% കിട്ടുന്നത് വരെ അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുക. വളരെ ക്ഷമയും. ഇത് എത്ര ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യുമെന്നുള്ള ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 15% എന്നുള്ള ഒരു 35% ലാഭമൊക്കെ എത്തിക്കഴിയുമ്പോൾ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ലോസ് അടിച്ചിട്ട് അത് വീണ്ടും 15%ലേക്ക് കാരണം വീണ്ടും അവിടെ നിന്ന് പതുക്കെ കയറി വന്നിട്ട് 50% എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇനി അപ്പോൾ കിട്ടിയ 15% പോയാൽ നമ്മൾ സ്റ്റെപ്പ് 3യിൽ പ്രകാരം കിട്ടിയ 15% നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 1ലേക്ക് ചാടി. അല്ല, നമുക്ക് 15% പോയില്ല, അത് 50% ആക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് കരുതുക. അപ്പോൾ 10,000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, 15,000 രൂപയിലേക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് എത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എത്തി എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ആ ഒരു എയിം ചെയ്യുന്ന ഇതുണ്ടല്ലോ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്, അതൊന്നുകൂടി വർദ്ധിപ്പിക്കാം. അപ്പോൾ 5% ലാഭം അല്ലെങ്കിൽ 3% നഷ്ടം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ടെൻഷനുള്ള പരിപാടിയാണ്. 5% പ്രോഫിറ്റൊക്കെ കൺഫേം ചെയ്യുക എന്നുള്ളത്. 15,000 രൂപയുടെ 5% ഏകദേശം എന്താ പറയുക, എനിക്ക് തോന്നുന്നു 5% 750 രൂപയോളം വരും. 5% എന്ന് പറയും. 15,000 രൂപ വെച്ചിട്ട് 750 രൂപ പ്രോഫിറ്റ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒരുപാട് ലോസൊക്കെ വന്നിട്ട് നമുക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പേടി തോന്നും. അങ്ങനെയാണെങ്കിൽ 1-2 ട്രേഡിൽ നിന്നും ഇതെടുക്കുക. ബ്രോക്കറേജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 5% കിട്ടുമോ നോക്കുക. കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക അതിന്. അപ്പോൾ നേരത്തേക്കാളും കുറച്ചുകൂടെ ഒന്ന് വൈഡായിട്ട് കയറി പിടിച്ചിട്ട് കുറച്ചുകൂടെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ നമ്മൾ 50% പ്രോഫിറ്റിലേക്ക് എത്തി എന്ന് കരുതുക.
ഓക്കെ. 50% പ്രോഫിറ്റിലെത്തിയപ്പോൾ നമ്മൾ റിസ്ക് നമ്മുടെ ടാർഗറ്റ് കൂട്ടി അങ്ങനെ 5% ലാഭം അല്ലെങ്കിൽ 3% നഷ്ടം എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എത്തും. എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ 50% നിന്നും ഒരു 35 പോയി എന്ന് കരുതുക. അതായത് 50% നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അത് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ അതിൽ നേരെ പോയിട്ട്, അതായത് 15,000 രൂപ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ മൊത്തം, അത് 11,500 എത്തി. അല്ലെങ്കിൽ വെറും 15% പ്രോഫിറ്റിലേക്ക് നമ്മുടെ മൊത്തത്തിൽ പ്രോഫിറ്റ് ഇടിഞ്ഞു കുത്തി താഴോട്ട് പോയി എന്ന് കരുതുക. ഓക്കെ. കിട്ടിയ 50% നിന്ന് 35, ഞാൻ ഈ 35 പറയുന്നത് ആ ഫൈനൽ എമൗണ്ടിൻ്റെ 35 അല്ല, ഇനീഷ്യൽ ക്യാപിറ്റലിൻ്റെ 35%. ഓക്കെ. അതങ്ങ് പോയി എന്ന് കരുതുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേരത്തെ വന്ന സ്റ്റെപ്പ് 2-ലുണ്ടായിരുന്ന ആ ഒരു പെർസെൻറ്റേജ് ഫോളോ ചെയ്യുക. അതായത് 3% പ്രോഫിറ്റ് അല്ലെങ്കിൽ 2% നഷ്ടം എന്ന ആ സ്ട്രാറ്റജിയിലേക്ക് മാറുക. അതായത് നമ്മുടെ ടാർഗറ്റ് കുറയ്ക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയ കാശ് പോയി കഴിഞ്ഞാൽ ടാർഗറ്റ് കുറച്ചിട്ട് ഒന്നുകൂടെ താഴെ നിന്ന് ചവിട്ടി കയറി വരാൻ ശ്രമിക്കുക. ഇനി അതല്ല, നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, 50-ൽ നിന്നും 100% കൊണ്ടുപോകാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ധൈര്യം തോന്നുന്നുണ്ടെങ്കിൽ, ധൈര്യം തോന്നണം, അതല്ലാതെ വേറെ വഴിയില്ല. ഒന്നുകിൽ കിട്ടിയ 50% നിന്ന് 35% അങ്ങ് പോയി, ബാക്കി 15% ഉള്ളതെങ്കിൽ അവിടെ വെച്ചിട്ട് ചെറിയ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ അല്ലെങ്കിൽ ചെറിയ ടാർഗറ്റിൽ വീണ്ടും അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് 50% പ്രോഫിറ്റിലെത്തുമ്പോൾ 5% ലാഭം അല്ലെങ്കിൽ 3% എന്ന നഷ്ടം എന്ന ഇതിൽ കൊണ്ടുപോവുക. അങ്ങനെ വീണ്ടും അതിൽ നിന്ന് കിട്ടിയത് വീണ്ടും പോവുകയാണെങ്കിൽ വീണ്ടും താഴെ പോയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ വരണം. ഇനി അതല്ല, ഈ 50% കിട്ടിയതിൽ നിന്നും മുകളിലോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ അത് 100% പ്രോഫിറ്റ് എത്തുന്നത് വരെയും നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാം. ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നിങ്ങൾ കാണും 100% പ്രോഫിറ്റ്, അതായത് 10,000 രൂപ എന്നുള്ളത് 20,000 രൂപയായി കണ്ടു കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ നിങ്ങൾ എല്ലാ ട്രേഡും കട്ട് ചെയ്തിട്ട് മാറിയിരിക്കണം. എന്നിട്ട് സ്റ്റെപ്പ് 4-ലേക്ക് വരണം. സ്റ്റെപ്പ് 4-ൽ ബി എന്താണ്? സ്റ്റെപ്പ് 4-ൽ എ ഞാൻ പറഞ്ഞു, കിട്ടിയതിൽ 35% പോയി കഴിഞ്ഞാൽ പിന്നെ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ ടാർഗറ്റ് കുറച്ചിട്ട് വീണ്ടും കയറി വരണം എന്നുള്ളത്. ഇനി ഈ 35% നഷ്ടമല്ലാതെ നമുക്ക് 100% പ്രോഫിറ്റിലേക്കാണ് നമ്മൾ എത്തിയത് എങ്കിൽ അവിടെ നിങ്ങൾ ആ ട്രേഡ് അപ്പം കട്ട് ചെയ്യാൻ, ഒരു 10,000 എന്നുള്ളത് 20,000 കണ്ടു കഴിഞ്ഞാൽ അപ്പം ട്രേഡ് കട്ട് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ ഒരു വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുക. നിങ്ങൾ എത്ര രൂപയാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എത്രയാണോ അതിനെ അങ്ങോട്ട് പിൻവലിക്കുക. മറ്റൊന്നും ചിന്തിക്കേണ്ട. വേറെ അവിടെ ഒരുപാട് നിങ്ങൾക്ക്, കാരണം ഇത്ര അധികം കാശ് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതൊക്കെ മാറ്റി വയ്ക്കുക. ഓക്കെ. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് വിഡ്രോ ചെയ്യുക. അത് എവിടെ നിന്നാണോ എടുത്തത്, ചിലപ്പോൾ നിങ്ങൾ തൽക്കാലം ഒരു തിരിമറിയാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണ്ണം പണയം വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത കൂലിയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും കാശിന് വെച്ച കാശായിരിക്കും. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും സ്വന്തം കാശാണെങ്കിലും സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് അതിനെ മാറ്റുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? വെറും പ്രോഫിറ്റാണ്. നമ്മളെ റിസ്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് 0 അതുപോലെ ഈ 100% പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാതെ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ സൂക്ഷിക്കരുത്. നിങ്ങളത് കൊണ്ടുപോയി കളയും ഉറപ്പായിട്ടും. സോ നമ്മൾ 1,00,000 രൂപയായിട്ട് തുടങ്ങി, അത് 2,00,000 രൂപയാകുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,00,000 രൂപയായിരുന്നു. അതിനെ അങ്ങോട്ട് പിൻവലിച്ചിട്ട് ബാക്കി 1,00,000 രൂപയായിട്ട് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ 10,000 രൂപയുടെ എക്സാമ്പിൾ ആണെങ്കിൽ ആ 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിൽ അവിടെയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ETF വാങ്ങിച്ചിരുന്നു അല്ലേ, 1% വെച്ചിട്ട് പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളിലൊക്കെ. അത് എന്തായാലും കുറേ വന്നിട്ടുണ്ടാവും അത്യാവശ്യം. അത് നമ്മുടെ കണക്കിൽ എവിടെ ഇല്ലാത്തതാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് കുറേ കയറി വരുന്ന വലിയൊരു എമൗണ്ട് അവിടെ കയറി വരുന്നതാകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും. അതങ്ങെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്യാപിറ്റലാവില്ലേ, അതെടുത്ത് ട്രേഡ് ചെയ്തുകൂടെ എന്നുള്ളത് ചെയ്യരുത്. ETF അവിടെ കിടന്നോട്ടെ. ഓക്കെ. നമുക്കൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ആ സൈഡിൽ ഇപ്പോൾ ഇതുവരെയും പോകുന്ന ആ പ്രോസസ്സ് അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളുക. 1% പ്രോഫിറ്റ് കിട്ടിയ ദിവസം 1% ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് അതിനങ്ങനെ വാങ്ങിച്ച് കൊണ്ടുപോകുക. അത് നമ്മുടെ കണക്കിലില്ല കേട്ടോ. നമ്മുടെ കണക്കിൽ ഈ പറയുന്ന ഏത് കണക്കിലും അത് വരുന്നില്ല. അത് സൈഡിലൂടെ വളരുന്ന ഒരു മരമാണ്. വളരെ പതുക്കെ മാത്രമേ അത് വളരുള്ളൂ. അത് അവിടെ വളർന്നോട്ടെ. നല്ല ഉപകാരപ്പെടുന്നൊരു സംഭവമാണത്. ഇനി ഇപ്പോൾ നമുക്ക് 100% പ്രോഫിറ്റ് കിട്ടി, നമ്മൾ അതിൽ പകുതി വിഡ്രോ ചെയ്തു. ഇനിയിപ്പോൾ നമ്മളതിൽ തുടങ്ങിയ അതേ രീതിയിലുള്ള ക്യാപിറ്റലാണുള്ളത്. പക്ഷേ അതിൽ ഒരു റിസ്ക്കും നമുക്കില്ല. മുഴുവൻ പോയാലും നമുക്കൊന്നും ചെയ്യാനില്ല, അല്ലെ ഒന്നും ചിന്തിക്കാനില്ല. വളരെ സില്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അമിതമായ ആത്മവിശ്വാസം നമ്മളെ നാശത്തിലേക്ക് നയിക്കും. നമ്മളവിടെ കൊണ്ടുപോയിട്ട് ഇത് മുഴുവൻ എൻ്റെ പ്രോഫിറ്റാണ്, 1-ന് 10 കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കയറി മേഞ്ഞ് അങ്ങോട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ കയറി വാങ്ങിച്ച് സെല്ല് ചെയ്ത്
മൊത്തം അത് കൊണ്ടിട്ട് ഒരു 6 മാസം കൊണ്ട് ഉണ്ടാക്കിയ കാശ് 3 ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കി കളയും. സോ അത് ചെയ്യരുത്. എന്താ ചെയ്യേണ്ടത്? നേരെ സ്റ്റെപ്പ് 1 പോവുക. എന്താണ് പരിപാടി? 1.5% ലാഭം അല്ലെങ്കിൽ 1% നഷ്ടം എന്നത്. നിങ്ങൾക്കിപ്പം ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. കാരണം ഒരു പരുവത്തിലാണ് അത്രയും ചെറിയൊരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് മുകളിലോട്ട് വന്നത്, വലിയ ടാർഗറ്റിന് വേണ്ടി എയിം ചെയ്യാൻ തുടങ്ങിയത്. വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഭയങ്കര ഒരു ചെറിയ, അതായത് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും 1 തന്നെ പോകാൻ പറയുന്ന ഒരവസ്ഥ. അതേപോലെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ. പക്ഷേ അതിലൂടെ നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കുന്നത് നിങ്ങളെന്ന ഒരു ബെസ്റ്റ് ട്രേഡറിനെയാണ്. സോ ഒന്നും ചിന്തിക്കേണ്ട, നേരെ പോയിട്ട് സ്റ്റെപ്പ് 1 പോവുക. എന്താണ് ചെയ്യേണ്ടത്? നമ്മളതിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ 1,500 രൂപ പ്രോഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ 1000 രൂപ നഷ്ടം കിട്ടുക. രണ്ടിൽ ഏതാണോ കിട്ടുന്നത് പരിപാടി മതിയാക്കി അങ്ങ് വീട്ടിൽ പോവുക. പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത്, എണീറ്റ് പോയേക്കണം. അവിടെ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും റോളില്ല. ഓക്കെ, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷണൽ ട്രേഡിലേക്ക് വരും. അതായത് നിങ്ങളുടെ മാർക്കറ്റിൻ്റെ ഡിസൈൻ, അതിൻ്റെ കളർ കോമ്പിനേഷൻസ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം ഒരു ട്രേഡറിനെ ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളെ മോഹിപ്പിക്കുന്ന രീതിയിലേക്കാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ അതിലേക്ക് പോയി വീഴും, കയ്യിലുള്ള കാശ് കൊണ്ടുപോയി കളയും. സ്റ്റെപ്പ് 1 പോയിട്ട് നമ്മൾ വീണ്ടും 1.5% ലാഭം, 1% നഷ്ടം എന്നുള്ള രീതിയിൽ വീണ്ടും ഇങ്ങനെ തുടങ്ങി. അത് 15% പ്രോഫിറ്റ് കിട്ടുമ്പോൾ റിസ്ക് റിവാർഡ് കൂട്ടിയിട്ട് 3% ലാഭം അല്ലെങ്കിൽ 2% നഷ്ടം എന്നാക്കി. അത് 50% എത്തിയപ്പോൾ നമ്മൾ വീണ്ടും അതിനെ വർദ്ധിപ്പിച്ചിട്ട് 5% പ്രോഫിറ്റ് അല്ലെങ്കിൽ 3% നഷ്ടം എന്ന രീതിയിലേക്ക് വീണ്ടും ഇത് ചെയ്തു. അങ്ങനെ നമ്മൾ വീണ്ടും രണ്ടാമത് ഒരു പ്രാവശ്യം നമ്മൾ ക്യാപിറ്റൽ പിൻവലിച്ചു, രണ്ടാമതും നമ്മൾ ഒരു പരുവത്തിൽ കയറി വന്നിട്ട് 100% എത്തുകയാണെങ്കിൽ അതാണ് സ്റ്റെപ്പ് 5. രണ്ടാം തവണ നമ്മൾ 100% ലാഭം കിട്ടിയാൽ ആദ്യം നമ്മളിലുണ്ടായിരുന്ന ക്യാപിറ്റൽ എത്രയാണ് അതിൻ്റെ 45% വരുന്ന തുക ഈ കിട്ടിയ ലാഭത്തിൽ നിന്നും പിൻവലിക്കുക. സിംപിളി ഇപ്പോൾ ഒരു 10,000 രൂപയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്തു, അത് 20 ആയപ്പോൾ 10 പിൻവലിച്ചു. വീണ്ടും നമ്മളത് ആ പ്രോഫിറ്റിനെ 20 ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 4,500 രൂപ പിൻവലിക്കുക. ഓക്കെ, 4,500 രൂപ പിൻവലിച്ചിട്ട് ബാക്കി 14,500 രൂപ അവിടെ വയ്ക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതല്ലെങ്കിൽ 1,00,000 രൂപ വെച്ച് ട്രേഡ് ചെയ്ത ആളാണെങ്കിൽ ഏകദേശം 45,000 രൂപ പിൻവലിച്ചിട്ട് 1,55,000 രൂപ അവിടെ ബാക്കി വയ്ക്കുക. അല്ലെങ്കിൽ 15,500 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നവർ 15,500 രൂപ അവിടെ ബാക്കിയാക്കി വയ്ക്കുക. ഈ 45% വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകളിലേക്ക് അല്ലെങ്കിൽ ETF എവിടെയെങ്കിലും ലോങ് ടേം നിക്ഷേപം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡുകളിലേക്കൊക്കെ സ്റ്റോക്കുകളിലേക്കൊക്കെ മാറ്റാം. അതുമല്ല നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കടം തീർക്കാം, ലോണിൻ്റെ പലിശ അടക്കാം, അതല്ലെങ്കിൽ ആരോടാണോ കാശ് വാങ്ങിച്ചാൽ അവർക്ക് ലാഭം കൊടുക്കാം. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത് നിങ്ങൾക്കുള്ള പണമാണ്, അത് നിങ്ങൾ ഉപയോഗിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഒരു കുറച്ചും കൂടെ നമ്മൾ സ്റ്റേബിളായി അല്ലേ? നമ്മളതിൽ 1,00,000 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1,55,000 രൂപ കയ്യിലുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ബാക്കിയുള്ള 155% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1,00,000 രൂപ വെച്ച് തുടങ്ങിയ പരിപാടി ഇപ്പോൾ എല്ലാം പിൻവലിക്കലെല്ലാം കഴിഞ്ഞിട്ട് 1,55,000 നമ്മളതിലുണ്ടെങ്കിൽ അതാണ് ഇനി നമ്മുടെ 100% ക്യാപിറ്റൽ എന്നാണ്. നമ്മൾ തുടക്കത്തിൽ 1,00,000 രൂപയാണ് ക്യാപിറ്റൽ വെച്ചത് അല്ലേ? ഇപ്പോൾ 1,55,000 രൂപയാണ് നമുക്ക് അതിൻ്റെ 100% എന്ന് പറയുന്നത് 1,55,000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ. അപ്പോൾ വീണ്ടും എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, വീണ്ടും സ്റ്റെപ്പ് 1 പതുക്കെ ചാടിക്കോളാം. എന്താണ് ചെയ്യേണ്ടത്? ഓരോ സ്റ്റെപ്പും കെയർഫുള്ളായിട്ട് സ്റ്റെപ്പ് 1 പോയിട്ട് 1,55,000 രൂപയുടെ 1.5% എന്ന് പറഞ്ഞാൽ 2,250 രൂപ ലാഭം അല്ലെങ്കിൽ 1,550 രൂപ നഷ്ടം എന്ന രീതിയിൽ ട്രേഡ് ചെയ്യുക. 15% കയറുമ്പോൾ സ്ട്രാറ്റജി മാറ്റുക. അവിടെ നിന്ന് നഷ്ടം വന്നാൽ വീണ്ടും 1 തന്നെ പോവുക. അല്ല, അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ 1.55 എന്നുള്ളത് 3.10 മാറും. 3.10 മാറുമ്പോൾ അതിൻ്റെ 45% നിങ്ങൾ പിൻവലിക്കുക. 45% എന്ന് പറയുമ്പോൾ ഏകദേശം 1,35,000 രൂപയോളം വരും. അത് കഴിഞ്ഞാൽ 1,60,000 രൂപ 1,70,000 രൂപയോളം ബാലൻസ് ഉള്ള നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലായിരിക്കും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ്, ഞാനിപ്പം വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? പക്ഷേ ഇത് ടൈം എടുക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഒറ്റയടിക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പരിപാടികളല്ല. സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കുക തന്നെ ചെയ്യും.
ഓരോ സമയത്തും ഞാൻ ഉപയോഗിച്ചതും ഞാൻ പലർക്കായിട്ട് സജസ്റ്റ് ചെയ്ത് കൊടുത്ത് അവർ വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളത് പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ പരിപാടി പൊളിയും, വീണ്ടും നിങ്ങൾ നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളും തുടരുക, ഒന്നും തന്നെ മിസ് ചെയ്യരുത്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ 45% പിൻവലിക്കുന്ന ഒരു പരിപാടിയും കിട്ടും. അതുമാത്രമല്ല നിങ്ങളുടെ ക്യാപിറ്റൽ പടപടപടാന്ന് പറഞ്ഞ് വളരും. നിങ്ങൾ എത്ര സ്മാർട്ടായിട്ട് ഇതിനിടയിൽ നമ്മൾ ഈ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം, അതായത് 120 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിക്കൊണ്ടിരിക്കുക, നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു സിഗ്നൽ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് വീണ്ടും നമ്മളൊരു 20 കിലോമീറ്റർ സ്പീഡിൽ ട്രാഫിക് ജാമിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെ നമ്മുടെ സ്ട്രാറ്റജിയിൽ ഒരു മാറ്റം വരുന്നത്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു അഡിക്ഷൻ ഉണ്ടാവും. പ്രോഫിറ്റ് എടുത്ത് എൻജോയ് ചെയ്ത് നമ്മളൊരു ലാവിഷാവും, അതായത് ഭയങ്കര ഓവർ കോൺഫിഡൻസിലേക്ക് എത്തും നമ്മൾ. ആ സമയത്ത് ഒന്ന് ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ സ്ട്രാറ്റജിയിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ആ രീതിയിൽ തന്നെ പോവുക. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 5 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാപിറ്റൽ വയ്ക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം മാനുവലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഓർഡറിൽ മാക്സിമം ഇപ്പോൾ 1800 അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒക്കെ 900 ഒക്കെയാണ് ക്വാണ്ടിറ്റി കിട്ടുക, ക്വാണ്ടിറ്റി ഫ്രീസ് കിട്ടുക. അപ്പോൾ ആ 900 ക്വാണ്ടിറ്റി അല്ലാതെ 2 ഓർഡർ ഒന്നിച്ച് പ്ലേസ് ചെയ്ത് അതിന് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് മൂവ് ചെയ്യാന്നൊക്കെ ഉള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 900 ക്വാണ്ടിറ്റീസിന് എത്ര എമൗണ്ട് വരും? ആ ഒരു എമൗണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 5 ലക്ഷം രൂപയൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്നാലും കൂടി ഒരു ഓർഡറിൽ നിങ്ങൾക്ക് മാക്സിമം ലിമിറ്റ് ചെയ്യുക. അതിനെത്ര ഫണ്ട് വേണോ അത് മാത്രം സൂക്ഷിക്കുക. ബാക്കി അപ്പോൾ എക്സസ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും, സ്വാഭാവികമായിട്ടും അത് സ്റ്റോക്കുകളിലേക്ക് മാറ്റിയിടുക. അപ്പോൾ അതിനകത്ത് മന്ത്ലി ഒരു 3 to 4% ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ച് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മാറ്റി പാർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് അതാണ്. സ്റ്റോക്കുകൾ സെയിം അക്കൗണ്ട് അല്ലാതെ വേറൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ പണം പിൻവലിച്ച് അതിലോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇമോഷണൽ ട്രേഡുകൾ, ഇമോഷണൽ ആക്ടിവിറ്റീസ് ഒഴിവാക്കാൻ ഇത് വളരെയധികം സഹായിക്കും. അങ്ങനെ സ്ട്രാറ്റജിയിൽ വെള്ളം ചേർക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം, നിങ്ങളോട് വിശ്വസ്തത പുലർത്തണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പ്രസംഗിക്കുന്ന ഞാനോ അല്ലെങ്കിൽ ഇത് കേട്ട് ചിരിക്കുന്ന ആൾക്കാരോ ഒന്നും, നിങ്ങളുടെ നഷ്ടം കണ്ട് ചിരിക്കുന്ന ആൾക്കാരോ ആരും തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഒരാൾ നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്നത് ഒഴിവാക്കിയേക്കുക. ശ്രമിച്ച് നോക്കണം. ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ടാവും. വീണ്ടും ശ്രമിക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഉറപ്പായിട്ടും. സ്ട്രാറ്റജിയിൽ വെള്ളം ചേർത്ത് ഒരുപാട് എന്താ പറയുക ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കി ജമ്പ് ചെയ്ത് പോകാൻ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അത്തരം ഷോർട്ട് കട്ടിൽ ജമ്പ് ചെയ്ത് ഒരാളും തന്നെ ഇതുവരെ വിജയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം ഒരു 10-20 ആൾക്കാർ ഈ ഒരു ഞാൻ എന്താ പറയുക പ്രൈവറ്റായിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരുപാട് ലോസ് വന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആക്ഷൻ പ്ലാനാണ് ഞാൻ അവരുടെ വാട്സപ്പിൽ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് അവരെ ഫോളോ ചെയ്തിട്ട് ഈ രീതിയിൽ അവരെ കൊണ്ടുപോകാറുണ്ട്. എല്ലാവരും തന്നെ നല്ല രീതിയിൽ സക്സസ് ആവും. പക്ഷേ ഏതാനും പേര് വലിയ അബദ്ധം കാണിച്ചു. കാരണം ക്യാപിറ്റൽ ഡബിൾ ആയപ്പോൾ അവർ ഹ്യൂജ് ട്രേഡ് ചെയ്ത് മൊത്തം കൊണ്ടുപോയി കളഞ്ഞ ആൾക്കാരുണ്ട്. സോ ക്യാപിറ്റൽ വളരുന്ന കാണുമ്പോൾ നമ്മൾക്ക് ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവരുത്. വളരെ സ്ലോ ആയിട്ട് കൊണ്ടുപോവുക. വളരെ സിമ്പിളാണ് ഈ സംഭവങ്ങൾ. ഒന്നും തന്നെ വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല, വളരെ സിമ്പിളാണ്. സോ അത് ചെയ്തു നോക്കുക. എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലക്ഷ്യം കാണാൻ പറ്റുന്നു എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് നഷ്ടമാണെങ്കിൽ നാളെ ലാഭം, മറ്റന്നാൾ നഷ്ടം, ചിലപ്പം 2 ദിവസം കിട്ടിയത് 1 ദിവസം കൊണ്ട് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ആ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ഓരോ ടേണിംഗ് പോയിന്റിലും വെച്ച് അതേ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അഥവാ നിങ്ങൾക്കൊന്നും അറിയാത്ത, നിങ്ങൾക്ക് അത്രയും ബുദ്ധിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ വാഷ് ഔട്ട് ആവാൻ ഒരുപാട് നാൾ പിടിക്കും. വാഷ് ഔട്ട് ആവാൻ ഒറ്റയടിക്കൊന്നും പോയി വാഷ് ഔട്ട് ആവില്ല. ഒരുപാട് നാൾ, മിക്കവാറും ഒരു വർഷത്തിലധികം സമയം എടുത്തിട്ട് മാത്രമേ നിങ്ങൾ വാഷ് ഔട്ട് ആവുകയുള്ളൂ എന്നതാണ് ഏറ്റവും ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. സോ വാഷ് ഔട്ട് ആവണം എന്ന് അത്രയും 1.5 വർഷം ട്രേഡ് ചെയ്തിട്ടും വാഷ് ഔട്ട് ആവണം എന്ന വിധിയുള്ളവന് വേറെ എവിടെ പോയാലും രക്ഷപ്പെടാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. സോ നിങ്ങൾ ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഇത്ര കോടികൾ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് ലാഭം എടുക്കാൻ, അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാകും, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഷോർട്ട് കട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ റിസ്ക് എടുത്തിട്ട്, അതായത് 10,000 രൂപ ക്യാപിറ്റലുള്ള ഒരാൾ 5,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നത് വരെ ആ ട്രേഡ് ഹോൾഡ് ചെയ്ത് കാത്ത് നിൽക്കുന്നു. ചിലപ്പോൾ അയാൾക്ക് കിട്ടുകയൊക്കെ ചെയ്യും.
പക്ഷെ അതൊക്കെ വലിയ അബദ്ധങ്ങളാണ്, റിസ്ക്കാണ്. അങ്ങനെയുള്ള റിസ്ക് എടുക്കരുത്. അതുപോലെ ഒരു പരിധി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫ്ലോ മനസ്സിലായി അതിൻ്റെ കൂടെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേസിയായി മാറും. നമ്മൾ ഒന്നും ഇന്നോവേഷൻസ് ഒന്നും ചെയ്യാതെ, പുതിയ സ്ട്രാറ്റജീസ് പരീക്ഷിക്കാതെ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ വെറുതെ ഓക്കെ 5 to 6:30 ആകുമ്പോൾ നമ്മൾ ഓക്കെ കഴിഞ്ഞു പോകാൻ നമ്മളങ്ങ് പോകും. ഇതിങ്ങനെ പോയാലും കാശുണ്ടാവും, പക്ഷേ പിന്നീട് നമ്മളുടെ ഉള്ളിലുള്ള ആ ട്രേഡർ അയാൾക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. സോ പക്വതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു മെച്യൂർഡ് തീരുമാനങ്ങൾ എടുക്കുക, ആ രീതിയിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ ലേസി ആവാതെ സ്ട്രോങ് ആയിട്ട് എനിക്കാണിത് എൻ്റെ ജീവിതമാണ് എന്ന ബോധത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നേറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ ഇങ്ങനെയുള്ള ഈ ഒരു ലളിതമായ പ്രവർത്തനങ്ങളുടെ നഷ്ടങ്ങളിൽ നിന്നും മുക്തി നേടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് നോക്കുക. ഒരുപാട് റോക്കറ്റ് സയൻസ് ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പരമാവധി ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ പോകാൻ ശ്രമിക്കുക. ഇതിൽ വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ ഈ സ്ട്രാറ്റജിയെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓൾറൈറ്റ്, അപ്പോൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ വീണ്ടും എത്തുകയാണ്. നഷ്ടങ്ങളിൽ നിന്നും ലാഭത്തിലേക്ക് ചുവടുവെക്കാൻ വീണ്ടും ട്രേഡിംഗ് ആരംഭിക്കണം. അത് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ആയിരിക്കണം. നിങ്ങൾക്ക് തോന്നിയതുപോലെ ട്രേഡ് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് മുന്നോട്ട് പോകൂ. എനിക്കുറപ്പാണ് ഒരുപാട് പേര് വിജയിച്ച ഒരു സ്ട്രാറ്റജിയാണ്. സോ നിങ്ങളും പരീക്ഷിക്കുക. നിങ്ങളുടെ റിസൾട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. ഓൾറൈറ്റ്, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഞാൻ റഷീദ് തായ്ലാർ. ടേക്ക് കെയർ ആൻഡ് ബൈ.